السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين. صدق الله العظيم. ആദരണീയനായ ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന അബ്ദുൽ നാസർ ദാരിമി അവറുകളെ, അഭിവന്ദനായ യുവ പണ്ഡിത സുഹൃത്ത്, ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനക്രമം നിർവഹിച്ച KTM ദാരിമി അവറുകളെ, പ്രിയങ്കരനായ അഷ്റഫ് മുസ്ലിയാർ, ആദരണീയനായ മേഖലാ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ TP ഹസീൻ മാസ്റ്റർ അവറുകളെ, പ്രിയങ്കരനായ SKSSFൻ്റെ മലപ്പുറം ജില്ലാ അധ്യക്ഷൻ ഉമർ ദാരിമി അവറുകളെ, ആദരണീയ പണ്ഡിതന്മാരെ, ഏറെ ബഹുമാന്യരായ കാരണവന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹസമ്പന്നരായ വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ സംഗമത്തിൽ നമുക്ക് സംഗമിക്കാൻ സാധിച്ചതുപോലെ അള്ളാഹുവിൻ്റെ സംതൃപ്തിയോടുകൂടി ജീവിച്ച് നാളെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സ്വർഗീയ സുഖലോകത്ത് സംഗമിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്യട്ടെ. ഇന്നലകളിൽ മൺമറഞ്ഞു പോയ നമ്മുടെ പൂർവികരായ പിതാക്കൾ, പ്രപിതാക്കൾ, നമ്മുടെ ആദരണീയരായ ഗുരുവര്യന്മാർ, സാദാത്തുമാർ, അവരൊക്കെയാണ് നമ്മളെ ഇന്നും ഈ വഴിയിൽ ഉറപ്പിച്ചു നിർത്താൻ കാരണക്കാർ. അവരുടെയൊക്കെ കബറിടങ്ങൾ അള്ളാഹു സ്വർഗ പൂങ്കാവനമാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ദീനിൻ്റെ നേർസരണിയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്തും ഈമാനും ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീനെന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ വലിയ ഒരനുഗ്രഹം കൊണ്ട് മാത്രമാണ് ലോക മുസ്ലിം സമൂഹത്തിൽ എമ്പാടും മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, വലിയ വലിയ പരിവർത്തനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്നും കേരളീയ മുസ്ലിം സമൂഹം ഭദ്രമായി സുന്നത്ത് ജമാഅത്തിൻ്റെ വൃത്തത്തിനകത്ത് നിന്ന് തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ദീനി പ്രവർത്തനങ്ങളുമായി എന്ന് പറഞ്ഞാൽ പോരാ, വലിയ വലിയ മുന്നേറ്റങ്ങളുമായി പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓർത്തു നോക്കൂ, കേരളത്തിന് പുറത്ത് പലരും മറ്റ് സംസ്ഥാനങ്ങളിൽ പോയവരാണല്ലോ, പോകാത്തവർ വായിച്ചറിയുന്നവരാണല്ലോ. കേരളത്തിന് പുറത്തു പോയാൽ മതബോധമില്ലാത്ത കേവലം മുസ്ലിം നാമധാരികളെയാണ് മഹാഭൂരിപക്ഷത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യക്ക് പുറത്തു പോയാൽ മുസ്ലിങ്ങൾ ചില പ്രദേശങ്ങളിൽ, ചില അറബ് രാജ്യങ്ങളിൽ
എത്ര പെട്ടെന്നാണ് ബിദ്അവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉദാഹരണങ്ങൾ പറയുന്നില്ല, ചരിത്രം പരിശോധിച്ചാൽ എത്ര പെട്ടെന്ന് ബിദ്അവൽക്കരണം എന്ന് പറയുമ്പോൾ പുതിയ പ്രസ്ഥാനങ്ങളിലേക്ക് 8, 10, 20 വർഷം കൊണ്ട് ബഹുഭൂരിപക്ഷവും മാറിപ്പോയ രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളുണ്ട്. മറ്റു ചില അറബ് രാജ്യങ്ങളിൽ മുസ്ലിം സഹോദരന്മാർ പരസ്പരം തല്ലിക്കൊന്ന് ചോര ചിന്തിക്കൊണ്ട് ജിഹാദിന്റെ പേരിൽ, വിപ്ലവത്തിന്റെ പേരിൽ ചോരപ്പുഴ സൃഷ്ടിച്ചുകൊണ്ട് പരസ്പരം കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ പേരിൽ, നിർഭയത്വമില്ലാത്തതിന്റെ പേരിൽ വഴിയറിയാതെ അലക്ഷ്യമായി അഭയാർത്ഥികളായി മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യാൻ വിധിക്കപ്പെട്ട പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാർ. എന്റെ പ്രിയപ്പെട്ടവരെ, കേരളീയ മുസ്ലിം സമൂഹം നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. എന്താണ് ഈ ഭാഗ്യത്തിന്റെ കാരണം? ഞാനും നിങ്ങളും ദീനിനെ കുറിച്ച് ബോധവാന്മാരാണ്. ദീനിന്റെ യഥാർത്ഥ മാർഗം എന്തെന്ന് തിരിച്ചറിഞ്ഞവരാണ്. ഈ തിരിച്ചറിവിന് അടിസ്ഥാനപരമായ കാരണം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോഴാണ് കേരളത്തിൽ 1926 രൂപീകരിക്കപ്പെട്ട അതിമഹത്തായ നമ്മുടെ സംഘടന സമസ്ത കേരള ജംഇയ്യത്തുകളുടെ പ്രാധാന്യവും പ്രാമുഖ്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നിങ്ങൾ ഓർത്തു നോക്കൂ, അന്നൊരു കാലഘട്ടത്തിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ആദരണീയനായ പ്രവാചക തിരുമേനി അഷ്റഫുൽ ഹൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവരുടെ ആദരണീയരും അനുകരണീയരുമായ സ്വഹാബിവരന്മാരാണ് ഈ ദീനിന്റെ വെള്ളി വെളിച്ചം കേരളത്തിൽ എത്തിച്ചത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഇത് സുന്നികൾ അംഗീകരിക്കുന്ന ചരിത്രം മാത്രമല്ല, ഇക്കഴിഞ്ഞ മുജാഹിദ് സംസ്ഥാന സമ്മേളന സുവനീറിൽ പോലും രേഖപ്പെടുത്തിയ വസ്തുതയാണ്. സ്വഹാബത്തിന്റെ കാലത്താണ് ദീൻ കേരളത്തിലെത്തിയത്. ആ സംശുദ്ധമായ ദീനുമായി തലമുറകൾ കടന്നുപോയി. ഇടക്കാലത്ത് ഒരു നവോത്ഥാനം, ഒരു പുത്തനുണർവ് ആവശ്യമായി വന്നപ്പോൾ പൊന്നാനി കേന്ദ്രീകരിച്ച് മഹാന്മാരായ മഹദൂമികളായ ലോക പ്രശസ്തരായ പണ്ഡിതന്മാർ ഒരു നവോത്ഥാന മുന്നേറ്റം നടത്തി. അങ്ങനെ നൂറ്റാണ്ടുകൾ പിന്നോട്ട് പോയി വീണ്ടും കേരളത്തിൽ ചില മുസ്ലിം സമൂഹത്തിൽ ചെറിയ ചില മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോൾ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാന്മാരിൽ മഹാനായ തങ്ങൾ അവർകൾ, ദുആക്ക് ഇജാബത്തുള്ള മഹാനവർകൾ, കറാമത്തുകൾ എപ്പോഴും പ്രകടമായി കൊണ്ടിരുന്ന മഹാനവർകൾ ഇന്ന് കോഴിക്കോട് പുതിയങ്ങാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ മഹാന്മാരായ അക്കാലത്തെ അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളും സ്വാലിഹീങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വലിയ പണ്ഡിത സമൂഹമാണ് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അസ്ഥിവാരമിട്ടത്. നീണ്ട 90 വർഷങ്ങൾക്ക് മുമ്പ് അത് രൂപീകരിച്ച മഹാന്മാരുടെ ബറക്കത്ത്, അവരുടെ ഉദ്ദേശശുദ്ധി, അവരുടെ പുണ്യം, ആ പുണ്യം കൊണ്ട് തന്നെ ആ സംഘടന കേരളീയ മുസ്ലിം സമൂഹത്തിന് കൃത്യമായ ദിശ നിർണയിച്ച് നൽകിക്കൊണ്ട് അവർക്കാവശ്യമായ വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ട് വളരെ ഭംഗിയായി കേരളീയ മുസ്ലിം സമൂഹത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഫലമാണ് ഇന്നും കേരളീയ മുസ്ലിം സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതെന്തൊരു അനുഗ്രഹമാണ്. ഈ ദീനിന്റെ കാര്യത്തിൽ അതെന്താണ് ദീൻ, അത് കൃത്യമായി ദീൻ വരച്ചു കാണിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ ശരീഅത്ത്, മാ ശറഅഹുല്ലാഹു ലിഇബാദിഹി മിനൽ അഹ്കാമി വസ്സുനൻ, അള്ളാഹു തന്റെ അടിമകളായ മനുഷ്യർക്ക് വേണ്ടി അല്ലെങ്കിൽ ജിന്നുകൾക്കും വേണ്ടി കൃത്യമായി വരച്ച് കാണിച്ചുണ്ടാക്കി തന്ന ചട്ടക്കൂട്, നിയമങ്ങൾ, ചട്ടങ്ങൾ, അള്ളാഹു നിശ്ചയിച്ച ചട്ടങ്ങളും നിയമങ്ങളുമാണ് ശരീഅത്ത്, അള്ളാഹുവിന്റെ ദീൻ. ആ ദീനിന് പോർലുമേൽക്കാൻ അനുവദിക്കാതെ ഒരു നിസ്സാരമായ വിഷയത്തിലാണെങ്കിലും അതിൽ കോംപ്രമൈസിനില്ലാതെ ഈ ദീൻ പരമപരിശുദ്ധമായ അങ്ങനെ തന്നെ ഇവിടെ കാത്തു സൂക്ഷിക്കപ്പെടണം യൗമുൽ ഖിയാമത്ത് വരെ എന്ന പ്രതിജ്ഞാബദ്ധരായിക്കൊണ്ട് നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ആദരണീയരായ പണ്ഡിതന്മാർ കഴിഞ്ഞ 9 പതിറ്റാണ്ട് കാലം മുന്നോട്ട് പോയപ്പോൾ അതിന്റെ സൽഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർത്തിട്ടുണ്ട്. എന്തേ മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കാൻ കാരണം? ദീനിന്റെ മാർഗത്തിൽ വിട്ടുവീഴ്ച പറ്റില്ല. ദീനീ രംഗത്ത് ഭേദഗതി വാദങ്ങളുമായി കടന്നു വരുമ്പോൾ അത് നിസ്സാരമായി അവഗണിക്കേണ്ട വിഭാഗമല്ല സമസ്തയുടെ പണ്ഡിതന്മാർ. അത് മുസ്ലിം സമുദായത്തിന് മുമ്പിൽ വരച്ച് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇത് വിശുദ്ധ ഖുർആന്റെ ഈ ആയത്ത് വളച്ചൊടിച്ചാണ് ഈ പറയുന്നത്. ഇത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇന്ന വചനം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് ശരിയല്ല. ദീനിന്റെ സത്യമാർഗം ഇതാണ് എന്ന് കൃത്യമായി വരച്ച് കാണിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്
സമസ്ത മുന്നോട്ട് പോകുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തെ സമസ്തക്ക് എതിർക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഖുർആനും സുന്നത്തുമാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ. ആ ഖുർആനും സുന്നത്തും എന്നാൽ വളരെ പ്രകടമാണ്. ഖുർആനും സുന്നത്തും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചൊടിക്കാൻ സാധിക്കും. അതാ ഖുർആന്റെ പ്രത്യേകത. കാരണം ഖുർആൻ വളരെ ഹ്രസ്വമായി, വളരെ സംക്ഷിപ്തമായി ക്രോഡീകരിക്കപ്പെട്ട ഒരു കൊച്ചു ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആനിൽ കുറെ വിധിവിലക്കുകളൊന്നും കാണാൻ സാധ്യമല്ല. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ തൊട്ട് സൂറത്തുൽ നാസ് വരെ പരിശോധിച്ചു നോക്കിയാൽ പോലും കൃത്യമായി നിസ്കാരം 5 നേരമാണെന്ന് പോലും കാണുന്നില്ല. അത്ര ചുരുക്കിയ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, അത്ര ചുരുക്കിയ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഹദീസും വളരെ ഹ്രസ്വമായി മാത്രമാണ് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഖുർആനും ഹദീസും, അല്ലെങ്കിൽ ഈ ഖുർആനും സുന്നത്തും വിശദീകരിക്കാൻ യോഗ്യരായി തീരുമാനിക്കപ്പെട്ടവരും നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലും അതിന് അർഹരായി നമ്മൾ കണക്കാക്കുന്ന മഹാന്മാരായ സ്വഹാബത്ത 23 വർഷക്കാലം കൊണ്ട് ഖുർആൻ അവതരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഹദീസ് എന്ന് പറയുന്നത് നബി തങ്ങളുടെ വചനങ്ങളാണ്. നബി തങ്ങൾ ഓരോ കാര്യങ്ങളിലും മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സ്ഥലകാല സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ കൃത്യമായി അനുഭവിച്ചറിഞ്ഞ, നേരിട്ടറിഞ്ഞ 1,00,000-ൽ പരം സ്വഹാബിവരന്മാർ. ആ സ്വഹാബിവരന്മാർക്കാണ് വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും യഥാർത്ഥ വിശദീകരണവും യഥാർത്ഥ താല്പര്യവും മനസ്സിലാക്കാൻ സാധിച്ചത്. ആ കൃത്യമായ വിശദീകരണങ്ങൾ, ഖുർആന്റെയും ഹദീസിന്റെയും വ്യാഖ്യാനങ്ങൾ ചിട്ടയോടുകൂടി ഭംഗിയായി ക്രോഡീകരിക്കപ്പെട്ടതാണ് ഈ 4 മദ്ഹബുകൾ: ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. ഈ 4 മദ്ഹബുകളിലെ നിയമങ്ങളാണ് ഇസ്ലാമിക ലോകം ഇക്കഴിഞ്ഞ 10-13 നൂറ്റാണ്ട് കാലം അംഗീകരിച്ച് വരുന്നത്, ആചരിച്ചു വരുന്നത്. ഖുർആന്റെയും സുന്നത്തിന്റെയും സമ്പൂർണമായ വ്യാഖ്യാനം മഹാന്മാരായ സ്വഹാബത്ത് വിശദീകരിച്ചത്, വൃത്തിയായി ക്രോഡീകരിച്ചു വച്ചത്, അതാണ് യഥാർത്ഥ ഖുർആൻ സുന്നത്തും. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്. അതാണ് അല്ലാഹുവിന്റെ ദീൻ. ആ ദീനിന്റെ ചട്ടങ്ങളെയും നിയമങ്ങളെയും മറികടന്നുകൊണ്ട്, വിശുദ്ധ ഖുർആൻ വളച്ചൊടിച്ചുകൊണ്ട്, തിരുസുന്നത്ത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പുതുപുത്തൻ ചിന്തകളുമായി, വാദഗതികളുമായി കടന്നു വന്നപ്പോൾ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിനേത് സമസ്തക്ക് സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സമസ്ത തയ്യാറായിട്ടില്ല. ഒരു കോംപ്രമൈസും സമസ്ത തയ്യാറായിട്ടില്ല. സമസ്ത പറഞ്ഞെടുത്ത് ഉറച്ചു നിന്നു. അവസാനം എന്ത് സംഭവിച്ചു? അടിസ്ഥാനപരമായി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം സമസ്തയുമായി വിയോജിച്ചു നിന്ന അടിസ്ഥാനപരമായ ഘടകം, അള്ളാഹു ഒഴികെ മറഞ്ഞ വഴിക്ക് ഒരു വ്യക്തിയോടും ശക്തിയോടും സഹായം തേടാൻ പാടില്ല, സഹായം തേടിയാൽ ശിർക്കാകുമെന്ന വാദഗതിയായിരുന്നു. കഴിഞ്ഞ 9 പതിറ്റാണ്ട് കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തിയ നിരന്തരമായ പോരാട്ടത്തെ തുടർന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ വലിയൊരു വിഭാഗം അപ്പറഞ്ഞ വാദം ശരിയല്ല, മറഞ്ഞ വഴിക്ക് ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടിയാൽ ശിർക്കാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം മുശ്രിക്കുകളാക്കിക്കൊണ്ട് തമ്മിലടിക്കുന്ന ദുർഗതി, ആശയപരമായ പാപ്പരത്വം, ദൗർബല്യം ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിനെ ബാധിച്ചു കഴിഞ്ഞു. ഇന്നവർ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഔദ്യോഗിക മുജാഹിദ് ഒരു പക്ഷത്തിന്റെ ഒരു ഗ്രൂപ്പ്, അതിനേക്കാൾ വലിയൊരു പ്രബലമായ ഗ്രൂപ്പ് മറുഭാഗത്ത് മടവൂർ ഗ്രൂപ്പുണ്ട്. അതിനിപ്പുറത്ത് ജിന്നുകളെ സഹായം തേടിയാൽ ശിർക്കാകില്ല, മറഞ്ഞ വഴിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അടിസ്ഥാനപരമായ ആദർശത്തിൽ അവർ കത്തിവെച്ചുകൊണ്ട് രംഗത്ത് വന്ന ചെറുപ്പക്കാരുടെ ഭൂരിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ജിന്ന് ഗ്രൂപ്പ് അപ്പുറത്തുണ്ട്. തൊട്ടിപ്പുറത്ത് സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസുകളാണെങ്കിലും ശരി, മനുഷ്യന്റെ ബുദ്ധിക്ക് നിരക്കാത്തതാണെങ്കിൽ അത് ദുർബലമാണെന്ന് പറഞ്ഞ് തള്ളിക്കളമെന്ന് വാദിക്കുന്ന അബ്ദുറഹ്മാൻ ഇരുവേറ്റി പോലുള്ള, സലാം സുന്നമി പോലുള്ള പണ്ഡിതന്മാരുടെ മറ്റൊരു ചേരി അപ്പുറത്തുണ്ട്. തൊട്ടുപുറത്ത് സംഘടന രൂപീകരിക്കൽ തന്നെ പ്രവാചകന്റെ കാലത്തില്ലാത്തതാണ്, ബിദ്അത്താണ് സംഘടന രൂപീകരിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു സംഘടന രൂപീകരിച്ച സുബൈർ മൗലവി മങ്കടയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു ഗ്രൂപ്പ് അപ്പുറത്തുണ്ട്. കൊച്ചു കൊച്ചു ഗ്രൂപ്പുകൾ വേറെയും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ പുതിയ വാദങ്ങൾ അവിടെ ഇറക്കിക്കൊണ്ടിരുന്നത്! ഇന്നലകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഭക്തിയുള്ള നല്ലവരായ മുസ്ലിം സഹോദരിമാർ മര്യാദക്ക് വസ്ത്രം ധരിച്ച്, പർദ്ദ ധരിച്ച്, മുഖം മറച്ച്, കയ്യുറ ധരിച്ച്, കാലിൽ സോക്സ് ധരിച്ച് നല്ല ജാബോടുകൂടി ഒരു മുസ്ലിം സഹോദരി പുറത്തിറങ്ങി പോകുന്നത് കണ്ടാൽ അതിന് പുച്ഛിച്ചിരുന്നവർ, പരിഹസിച്ചിരുന്നവരാണ് മുജാഹിദ് പ്രസ്ഥാനം. സ്ത്രീകൾ രംഗത്ത് വരട്ടെ, അവർ പബ്ലിക് പ്രസംഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മതത്തിന്റെ സ്റ്റേജുകളിൽ കൊണ്ടുവന്നും സ്ത്രീകളെ പ്രസംഗിപ്പിച്ചവരാ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. സ്ത്രീകളെ കൊണ്ട് മുഷ്ടി ചുരുട്ടിച്ച് അങ്ങാടികളുടെ പ്രകടനം നടത്തിച്ച വിഭാഗമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. ഇന്ന് ആ മുജാഹിദ് പ്രസ്ഥാനം ശിഥിലമായപ്പോൾ, ചിന്നിച്ചെതറിയപ്പോൾ ഓരോരുത്തരും ഓരോ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇന്ന് നിങ്ങൾക്ക് യാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ ചില മുജാഹിദ് അറബി കോളേജിൽ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. മഞ്ചേരിയിൽ നിന്ന് നിലമ്പൂർ വഴി
ഗൂഡല്ലൂരിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ചുങ്കത്ര എന്ന പ്രദേശമുണ്ട്. ഏകദേശം ഇന്റർവെൽ ടൈമാണെങ്കിൽ നിറയെ പെൺകുട്ടികളെ കാണാം. മുഖം ധരിച്ച പെൺകുട്ടികൾ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നത്. എന്താ പ്രശ്നം? ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇത്രമാത്രം ബീബിമാർ ഇവിടെ ഉണ്ടോ ഒരുമിച്ച്? അപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോ അത് മുജാഹിദിന്റെ ജിന്ന് ഗ്രൂപ്പ് നടത്തുന്ന അറബി കോളേജാണ്. അവർക്ക് മുഖം മറക്കൽ നിർബന്ധമാണ്. എത്ര പെട്ടെന്നാണ് ഇവർ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ മന്ത്രവും നൂലും മുറുക്കും ഇത്തരം ആത്മീയ ചികിത്സകളുമൊക്കെ നല്ലവരായ സ്വാലിഹീങ്ങളായ നമ്മുടെ ഉസ്താദുമാരും ആദരണീയരായ തങ്ങന്മാരും മന്ത്രിച്ചുകൊണ്ട് ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജിന്നിനും പിശാചിനും ചികിത്സിച്ചുകൊണ്ട് ആളുകളെ രോഗികൾക്ക് സഹായകമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ അന്ധവിശ്വാസം, യാഥാസ്ഥികത്വം, അനാചാരം, ശിർക്ക് എന്ന് എഴുതി പറഞ്ഞുകൊണ്ട് തള്ളിയിരുന്ന കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ വലിയൊരു വിഭാഗം ഇന്ന് സ്വന്തമായി ഇത്തരം ചികിത്സകൾ സ്ഥാപിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് സുന്നിയടുത്ത് പോകുന്നത് ശരിയല്ല, നമ്മൾ തന്നെ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞിടത്ത് ഉറച്ചു നിന്ന് അതിശക്തമായ പോരാട്ടം നടത്തിയതിന്റെ ഫലമായി ഇന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ആദർശപരമായി പിടിച്ചു നിൽക്കാനാകാതെ സമസ്ത ഉന്നയിച്ച ആശയം തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് ഒരു വിഭാഗം രംഗത്തിന്റെ ഫലമായി ഇന്നത് ശിഥിലമായി ചിതറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഒരു നൂറ്റാണ്ട് പോലും തികക്കാനാകാതെ ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ പോവുകയാണ് മുജാഹിദ് പ്രസ്ഥാനം. ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞു, ഈ പറയുന്ന ആശയം തെറ്റാണ്, ഇത് ശരീഅത്തിന്റെ നിയമങ്ങൾക്കെതിരാണ്, ഇത് വിശുദ്ധ ഖുർആൻ വളച്ചൊടിച്ചാണ് ഈ പറയുന്നത്, വിശുദ്ധ നബി വചനങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്താണ് പറയുന്നത്, ഇസ്ലാമിക ഭരണകൂടത്തെ മാത്രമേ അനുസരിക്കാവൂ, ഇസ്ലാമിക ഭരണകൂടമല്ലാത്തൊരു ഭരണകൂടവുമായി രാജിയായി പോകാൻ പറ്റില്ല എന്ന അടിസ്ഥാനപരമായ കാഴ്ചപ്പാടാണ് ജമാഅത്തെ ഇസ്ലാമി രാജ്യത്ത് കൊണ്ടുവന്നത്. അല്ല ജമാഅത്ത് മുജാഹിദിനോട് എന്താ തർക്കമുള്ളത്? മുജാഹിദ് തവസ്സുൽ ശിർക്ക, ജമാഅത്തും തവസ്സുൽ ശിർക്ക, മുജാഹിദിന് ഇസ്തിഗാസ ശിർക്ക, ജമാഅത്തും ഇസ്തിഗാസ ശിർക്ക, മുജാഹിദ് തറാവീഹ് 20 റക്അത്തില്ല, ജമാഅത്തും തറാവീഹ് 20 റക്അത്തില്ല, മുജാഹിദ് നെഞ്ചത്താണ് കൈ കിട്ടുന്നത്, ജമാഅത്തും നെഞ്ചത്താണ് കൈ കിട്ടുന്നത്, മുജാഹിദിന് മദ്ഹബില്ല, ജമാഅത്തിന് മദ്ഹബില്ല, മുജാഹിദിന് മൗലീദില്ല, ജമാഅത്തിന് മൗലീദില്ല, മുജാഹിദിന് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിപാടികളില്ല, ജമാഅത്തിനുമില്ല, ഒക്കെ സെയിം, ഒരു വ്യത്യാസമില്ല. എന്താ ജമാഅത്ത് മുജാഹിദിനുള്ള വ്യത്യാസം? ജമാഅത്ത് പാർട്ടി രൂപീകരിക്കപ്പെടാൻ പറഞ്ഞ അടിസ്ഥാനപരമായ സിദ്ധാന്തം ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, ഭരണം അള്ളാഹുവിൻ്റെത് മാത്രമേ അംഗീകരിക്കാൻ പറ്റൂ. ഇന്ത്യയിലെ ഭരണം ഇസ്ലാമികേതര ഭരണകൂടമാണ്. നമുക്ക് ഉറപ്പാനുള്ളത് മതേതര ഭരണകൂട. ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണകൂടം പ്രായോഗികമല്ലത്. മഹാഭൂരിപക്ഷം ഹൈന്ദവ സുഹൃത്തുക്കൾ താമസിക്കുന്ന രാജ്യമല്ലേ? ഇത്തരമൊരു രാജ്യത്ത് രൂപീകരിക്കപ്പെട്ട ഈ മതേതര ഭരണകൂടവുമായി സഹകരിച്ചു പോകണമെന്ന ഇസ്ലാമിക പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാട് ശരിയല്ല എന്ന് മാത്രമല്ല പച്ചയായ ശിർക്കാണെന്ന് വിശുദ്ധ ഖുർആൻ ആയത്ത് വടച്ചൊടിച്ച് ഓതിക്കൊണ്ട് പഠിപ്പിച്ച പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. ആർക്കാ നിഷേധിക്കാൻ സാധിക്കുക? 950 അവർ നടത്തിയ പ്രസംഗങ്ങൾ മാത്രമല്ല, അവരെ ആനുകാലികങ്ങളിൽ മാത്രമല്ല, നിരവധി അനവധി പുസ്തകങ്ങളിൽ ഇത് സിദ്ധാന്തിക്കാനായി സ്ഥാപിക്കാനായി എത്ര പുസ്തകങ്ങൾ അവർ എഴുതി വെച്ചത്. അവർ പച്ചയായി എഴുതി വെച്ചു, ഈ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കൽ പോലും ശിർക്ക, ഹറാമെന്നല്ല, ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ പുറത്തു പോകുന്ന കാഫറായി എന്നാണ്. ഈ രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ ശിർക്കാന്ന ജമാഅത്തെ ഇസ്ലാമി എഴുതി വെച്ചത്. പറഞ്ഞു പോയതല്ല, ക്ലിപ്പ് വേണ്ട, എഴുതിയ കടലാസം ഇങ്ങനെ എടുത്ത് അവരെ മാസിക എടുത്ത് തരാൻ സാധിക്കും. ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ മാത്രമല്ല, മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കൽ ശിർക്കാന്ന ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് എഴുതി വെച്ചതാണ്. എന്ന് മാത്രമല്ല, ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ കീഴിൽ ഉദ്യോഗം സ്വീകരിക്കൽ ശിർക്ക, സ്കൂൾ മാഷാകൽ ശിർക്ക, ഗവൺമെന്റ് ഉദ്യോഗസ്ഥ സ്വീകരിക്കൽ ശിർക്ക, സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥനാകൽ ശിർക്ക. എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ ഗവൺമെന്റ് സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വന്തം മാനേജ്മെന്റിന്റെ കീഴിൽ നടത്തലും ആ സ്ഥാപനങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കലും പച്ചയായ ശിർക്ക. ഗവൺമെന്റ് സ്കൂൾക്ക് കുട്ടികളെ പറഞ്ഞാൽ കുട്ടി മുശ്രിക്കാവും. ഈ തോതിൽ പഠിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞു, ഇത് ദീനല്ല. അള്ളാഹുവിന്റെ ദീൻ സംശുദ്ധമായി ഇവിടെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ സുന്ദരമായി പൂർവ്വകാല വ്യാഖ്യാതാക്കൾ സ്വഹാബത്തിന്റെ വിശദീകരണം അനുസരിച്ച് ക്രോഡീകരിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഇസ്ലാമിക സമീപനം ലോക ചരിത്രത്തിലില്ല. മാലിക് ദിനാർ കൂട്ടരും കേരളത്തിൽ വന്നപ്പോൾ തന്നെ കേരളത്തിൽ അവർ സ്വീകരിച്ച സമീപനം ഈ രാജ്യത്ത് നടക്കുന്ന
ആ മുസ്ലിം രാജാക്കന്മാരുടെ ഭരണം സ്വീകരിച്ചുകൊണ്ട് അവരുടെ സഹകരണത്തോടു കൂടിയാണ് ഇസ്ലാം ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചത്. ഇസ്ലാമികേതര ഭരണകൂടങ്ങൾ അനുസരിക്കൽ ശിർക്കാണെന്ന് പറയുന്ന ഈ സിദ്ധാന്തം ശരിയല്ല എന്ന് കാരണസഹിതം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തെളിവുകളുടെ പിൻബലത്തോടുകൂടി, പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടി നിരന്തരം പ്രസംഗിച്ചതിന്റെ പോരാട്ടം നടത്തിയതിന്റെ ഫലമായി ഇന്നിപ്പോ ജമാഅത്തെ ഇസ്ലാമിക്ക് എന്ത് സംഭവിച്ചു? അവിടെയാണ് സമസ്തയുടെ വ്യക്തിത്വവും അസ്തിത്വവും നമുക്ക് ബോധ്യപ്പെടുക. ഇന്ന് അതേ ജമാഅത്തെ ഇസ്ലാമി അവർ ശിർക്കെന്ന് പറഞ്ഞ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കാനും ആ ശിർക്ക് സ്വന്തമായും ചെയ്യാനും വേണ്ടി സ്വന്തമായി വെൽഫെയർ പാർട്ടി എന്ന പേരിൽ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് 10 വോട്ട് വാങ്ങി പാവപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ സംഘടിത ശക്തിയെ ശിഥിലമാക്കാനും ചിത്രമാക്കാനും വേണ്ടി കഠിന യത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ. ജമാഅത്തെ ഇസ്ലാമി ഒരു 4 വോട്ട് അല്ലെങ്കിൽ 10 വോട്ട് ഒരു വാർഡിൽ കിട്ടിയിട്ട്, അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷനിൽ ഒരു 200 വോട്ട് കിട്ടിയിട്ട് എന്താണ് അവർക്ക് ചെയ്യാൻ സാധിക്കുക? എന്ത് ചെയ്യാൻ സാധിക്കും? മുസ്ലിങ്ങളെ ദ്രോഹിക്കാൻ സാധിക്കും, മതേതര രാഷ്ട്രീയ പാർട്ടികളെ ദ്രോഹിക്കാൻ സാധിക്കും, അതിനപ്പുറമൊന്നും സാധിക്കില്ലല്ലോ. അവരോട് കഴിഞ്ഞ വർഷങ്ങളായി സമസ്തയുടെ പണ്ഡിതന്മാർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ വരെ ശിർക്കാണെന്ന് പഠിപ്പിച്ച് ആ ശിർക്കിന്റെ വാദവുമായി സ്ഥാപിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി ആ ശിർക്ക് തന്നെ ഇന്ന് നേരിട്ട് പച്ചയായി നിരന്തരം ചെയ്തുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭാഗഭാഗിത്വം വഹിക്കുമ്പോൾ അന്നത്തെ ശിർക്ക് ഇന്ന് എങ്ങനെയാണ് തൗഹീദായി മാറിയത് എന്ന് നിങ്ങൾക്ക് എങ്ങനെ വിശദീകരിക്കാൻ സാധിക്കും, വ്യാഖ്യാനിക്കാൻ സാധിക്കുമെന്ന ചോദ്യത്തിന് ജമാഅത്തെ ഇസ്ലാമിക്ക് ഉത്തരമല്ല, ബാക്കി എല്ലാത്തിനും ഉത്തരമുണ്ട്. അത് മാത്രം കണ്ണടക്കുകയാണ്, മൗനം പാലിക്കുക. അതുകൊണ്ടല്ലേ ജമാഅത്തെ ഇസ്ലാമിക്ക് പുതിയ ആൾ ചേർന്നില്ലല്ലോ, ഉള്ള ആളുകളെ വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ കുഴപ്പമുണ്ടാക്കാൻ സാധിക്കും. അവർ കേഡർ പാർട്ടി എന്ന നിലയിൽ അവരുടെ സംവിധാനം ഉപയോഗിച്ച് ഈ സംവിധാനത്തിനും അവർ നേടിയെടുത്ത ഫണ്ടുകൾ എങ്ങനെയെന്ന് പരിശോധിക്കാൻ സക്കാത്തിന്റെ ഗൾഫിലെ അറബികളുടെ സംഘടനകളുടെ ഫണ്ടാണ്. ഈ ഫണ്ട് ഉപയോഗിച്ച് ദിനപത്രവും അതുപോലുള്ള ചാനലുകളും സംവിധാനങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പും കുഴപ്പം അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇത് മാത്രമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആശയപരമായി ജമാഅത്തെ ഇസ്ലാമിക്ക് എന്താണ് കേരളത്തിൽ ചെയ്യാൻ സാധിച്ചത്? അവരാശയം കൃത്യമായി തകർന്നടിഞ്ഞ് നമ്മൾ കാണുന്നില്ലേ, അനുഭവിച്ചറിയുന്നില്ലേ? സമസ്ത പറഞ്ഞിടത്ത് മാത്രമാണ് ശരിയെന്ന് കൃത്യമായി കേരളീയ മുസ്ലിം സമൂഹം നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ വിലയിരുത്തുന്നില്ലേ? കുഴപ്പമുണ്ടാക്കാൻ സാധിക്കും. അത് പണ്ടേ സാധിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഏറ്റവും അവസാനം കരുവാരകുണ്ടിൽ നടന്ന പ്രശ്നവും അത് മാന്യമായി അന്തസ്സായി ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി 4-5 തവണ ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ഹമീദ് മാഷുടെയും മണ്ഡലം സെക്രട്ടറി ഖാലിദ് മാഷുടെയും നേതൃത്വത്തിൽ അവിടെയുള്ള നമ്മുടെ പണ്ഡിതന്മാരും മറ്റു രാഷ്ട്രീയ നേതാക്കളും ചർച്ച ചെയ്ത് ശ്രമങ്ങൾ മുന്നോട്ട് പോയി ഏറ്റവും അവസാനം പാണക്കാട് സാദിഖ് അലി ശിഹാബിന്റെ നേതൃത്വത്തിൽ കൂടി ആ പ്രശ്ന പരിഹാരത്തിന് രൂപമായി. ആ രൂപത്തിലും ചില പാകപ്പിഴവുകൾ ചില ഭാഗത്തു നിന്ന് വന്നപ്പോൾ സ്വാഭാവികമായും പ്രവർത്തകർ മാത്രം മൈക്ക് പോലുമില്ലാതെ കസേരയിട്ടിരുന്ന് ഇങ്ങനെ ഒരു പാകപ്പഴ ഇന്നലെയും സംഭവിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചൊരു വിഷയമുള്ളൂ. ഇതെങ്ങനെ പ്രശ്നമാക്കിയത് ജമാഅത്തെ ഇസ്ലാമിന്റെ ചാനൽ. വേറെ അവിടെ ഒരു പ്രശ്നം നടത്തില്ല. നിങ്ങൾ അന്വേഷിച്ച് നോക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. ചാനൽ കണ്ട ആളുകൾക്ക് പ്രശ്നമുണ്ട്. ചാനൽ ശുദ്ധമായ അസംബന്ധം കള്ളവാർത്ത പ്രചരിപ്പിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ചരിത്രത്തിൽ സമസ്തക്ക് രാഷ്ട്രീയ നിലപാടുണ്ട്. ഏതെങ്കിലും പാർട്ടികളെ വിജയിപ്പിക്കാനോ പരാജയപ്പെടുത്താനോ സമസ്ത ആഹ്വാനം ചെയ്ത ചരിത്രം സമസ്തക്കില്ല. സമസ്ത പറഞ്ഞെടുത്ത് നിൽക്കും. ഇത് കാന്തപുരം സമസ്ത അല്ല, ഇത് യഥാർത്ഥ സമസ്തയാണ്. ഈ സമസ്തക്ക് ചാഞ്ചല്യമില്ല. പക്ഷേ ഇവരുടെ ചാനൽ വ്യാജ വാർത്ത പടച്ചു വിട്ടുകൊണ്ടിരുന്നു. നമ്മൾ അന്വേഷിച്ചു ഈ വാർത്ത എങ്ങനെ വന്നു. അപ്പോഴാണ് നോക്കുന്നത്, ഈ മലപ്പുറത്തെ ഈ ചാനലിന്റെ ലേഖകൻ ഒരു സഖാഫിയാണ്. ഒരു സഖാഫിയാണെന്ന് മാത്രമല്ല, അവർ സംസ്ഥാന നേതാവിന്റെ മരുമകൻ കൂടിയാണ്. ഈ സഖാഫിയുടെ തീവ്രത കണ്ടിട്ട് ഇയാൾ മരുമകനാക്കിയതാ. ഇയാൾ ബോധപൂർവം നമുക്കും മുസ്ലിം ലീഗിനും ഇടയിൽ വിടവുണ്ടാക്കാൻ വേണ്ടി, വിള്ളലുണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം കെട്ടിച്ചമച്ചുണ്ടാക്കിയ വാർത്തയാണെന്ന് തിരിച്ചറിഞ്ഞു. ഉടനെ ടെലിഫോണിൽ കോഴിക്കോട് അവരുടെ ഓഫീസുമായി ഞാൻ ബന്ധപ്പെട്ടു. നിങ്ങളെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത വാസ്തവവിരുദ്ധമാണ്. അങ്ങനെ തീരുമാനം അവർ എടുത്തിട്ടില്ല. അങ്ങനെ സംഭവം അവിടെ ഇല്ല. ഞങ്ങളൊരു കത്തുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പ്രവർത്തകർ തമ്മിലുള്ള ചർച്ച മാത്രമാണ് നടന്നത്. നിങ്ങളെ ലേഖകൻ ഉള്ളിൽ പ്രവേശനാനുമതി കൊടുത്തിട്ടില്ല. അവിടെ കൂടിയൊരു പ്രവർത്തകൻ തന്നെ വാർത്ത കൈമാറിയിട്ടില്ല. ഇത് ഞങ്ങളുടെ സംഘടനാ പ്രതിയോഗി ഉണ്ടാക്കിയ നിങ്ങളെ ലേഖകൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയ വാർത്തയാണ്.
ഉടൻ നിങ്ങൾ തിരുത്തണം. തിരുത്തിയിട്ടില്ലെങ്കിൽ മറ്റ് ചാനലുകളുടെ മുമ്പിൽ, മാധ്യമങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വെറും കള്ളപ്രചാരണത്തിന്റെ വക്താക്കളാണ് എന്ന് തുറന്നു പറയേണ്ടി വരും എന്ന് പറഞ്ഞു. നിങ്ങൾ നേരത്തെ ഈ പണി ഒപ്പിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിൽ ബന്ധം പ്രഖ്യാപിച്ചു എന്ന് അങ്ങനെ പറയാത്തത് കൊണ്ടാണല്ലോ പിന്നെ നിങ്ങൾ തിരുത്തേണ്ടി വന്നത്, മാധ്യമം തിരുത്തേണ്ടി വന്നത്. ഇപ്പണി തുടരുകയാണെങ്കിൽ പച്ചയായി പരസ്യമായി നിങ്ങളുടെ സ്വഭാവം തുറന്നു കാണിക്കേണ്ടി വരും. അത് 3 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞങ്ങൾ നോക്കട്ടെ. 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ടെലിഫോൺ ചെയ്ത് പറഞ്ഞു, ഞങ്ങൾ തിരുത്തി കൊടുക്കുന്നുണ്ട്, തോൽപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോഴേക്കും ആളുകൾ മുഴുവൻ തെറ്റിദ്ധരിച്ചു പോയില്ലേ? ഇങ്ങനെ ഈ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിൽ ശൈഥില്യം ഉണ്ടാക്കാനും ഭിന്നത ഉണ്ടാക്കാനും മുസ്ലിം സംഘടിത ശക്തിക്ക് ത്വരങ്കമേൽക്കാനും സാധിക്കും എന്നല്ലാതെ ജമാഅത്തെ ഇസ്ലാമി ആശയപരമായി എന്ത് നിലയിലാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത്? അന്ന് ഷിർക്കാണെന്ന് പറഞ്ഞ പച്ചയായ ഷിർക്ക് ഇന്ന് സ്വന്തം ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഷിർക്ക് തൗഹീദാക്കി മാറ്റിക്കൊണ്ടേ ന്യായീകരണമില്ല. ഏത് പാർട്ടികൾ നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ഇവിടുത്തെ ഈ പറയുന്ന SDPI എന്ന് പറയുന്ന പാർട്ടി സമസ്ത എതിർത്തിട്ടുണ്ട്. സമസ്ത ഇന്നും ഇന്നലെ എതിർത്തത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലക്ഷ്യം ഞാൻ സൂചിപ്പിച്ചല്ലോ. ദീനിന്റെ തനിമ കേരളത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടണം. ലോകത്തെവിടെ ഇസ്ലാമിക സമൂഹത്തിന് എന്തൊക്കെ ഭംഗമേറ്റാലും എന്തൊക്കെ പോർലേറ്റാലും കേരളത്തിൽ മുസ്ലിം സമുദായത്തെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ഭദ്രമായി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി കന്മതിലുകളുടെ കോട്ടകൾ സൃഷ്ടിച്ചുകൊണ്ട് കാവലാളായി നിൽക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്നത്തെ SDPI അല്ല എതിർത്തത്. SDPIയും പോപ്പുലർ ഫ്രണ്ടും ഇന്നാണായത്. ഇന്നലകളിൽ NDF എന്ന പേരായിരുന്നു. അതിനു മുമ്പ് NDF പോലും രൂപീകരിക്കപ്പെടാതെ സ്വകാര്യമായി രഹസ്യ സംഘടനയായി കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നു ഈ പറയുന്ന പാർട്ടി. അന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയില്ല ഇങ്ങനെ പാർട്ടി ഉണ്ടെന്ന്. രഹസ്യമായി നമ്മുടെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായ മക്കളെ പിടിച്ചുകൊണ്ടുപോയി സ്വകാര്യ ക്ലാസ് എടുത്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യം അപകടകരമായ അവസ്ഥയിലേക്ക് പോകാം. അങ്ങനെ പ്രശ്നം വന്നാൽ പ്രതിരോധിക്കാൻ സംവിധാനം വേണ്ടേ? ആയുധം പരിശീലനം പഠിക്കണ്ടേ? ഇല്ലെങ്കിൽ എന്താകും? ഭീകരമായി അവതരിപ്പിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെ ഈ പുതിയ ചിന്തയിലേക്ക്, തീവ്രവാദ ചിന്തയിലേക്ക് നയിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട യുവ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു സ്വകാര്യ സംഘടനയായി ഈ പറയുന്ന NDF പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് NDFനെതിരെ അന്നൊരു പരസ്യമായി പേര് പോലും പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടാത്ത ഒരു രഹസ്യ സംഘടനയായി, സ്വകാര്യ സംഘടനയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അഭിവന്ദനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യനായ നായകൻ ശംസുൽ ഉലമ EK ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹുവിന്റെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം SKSFന്റെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ. അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി SKSF സംസ്ഥാന കമ്മിറ്റി അവർക്കാണ് ഇവരെ പ്രവർത്തനം അറിയാം. SYS അറിയില്ല. സമസ്തന്റെ ഉസ്താദിന് സ്വകാര്യ കുട്ടികൾക്കിടയിൽ പരിപാടി ഇത് ബോധ്യപ്പെടുത്തിയപ്പോൾ പച്ചയായി തുറന്നു നിർത്തു. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവർ NDF എന്ന പാർട്ടിയായി രംഗത്ത് വന്നത്. അന്നും ശക്തമായ സമീപനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്വീകരിച്ചു. ഈ തീവ്രവാദ ചിന്തകൾ ഇസ്ലാമിൻ്റെതല്ല. വമാലക്കും ലാ തുഖാതിലൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് സമര സജ്ജരാകുന്നില്ല? ഖുർആൻ ആയത്ത് വളച്ചൊടിക്കാം. ക്ലാസുകളിൽ പറയുകയാണ്, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നിസ്കാരം 5 നേരം നിർബന്ധമാക്കപ്പെട്ടു. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം, നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടു, അതും ഖുർആനിലുണ്ട്. അതൊക്കെ നമ്മുടെ മുസ്ലിംമാർ വാഴ്ന്നു പറയും. ഹജ്ജ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടു, അതും നമ്മുടെ മുസ്ലിംമാർ വാഴ്ന്നു പറയും. മാത്രമല്ല നിർബന്ധമായ എല്ലാ കാര്യങ്ങളും പറയും. അതേസമയം ഖുർആനിൽ കുതിബ അലൈക്കുമുൽ ഖിതാൽ, പോരാട്ടം നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടു. ഇത് നമ്മുടെ പണ്ഡിതന്മാർ മറച്ചു വെച്ചു, എല്ലാ വിഭാഗ പണ്ഡിതന്മാരും. അതാണ് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ദില്ലത്തിന് നിന്നതയ്ക്ക് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ചെറുപ്പക്കാരായ മുസ്ലിം മക്കളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ വളച്ചൊടിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വഴിതെറ്റിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് പോരാട്ടം നടത്തിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ആ ഒരു സംവിധാനം ശരിയല്ല. ഇവിടെ ഈ രീതിയിൽ പ്രവർത്തന രീതി നടത്തുന്നത് ഇസ്ലാമിക നിയമങ്ങൾക്ക് നിരക്കാത്തതാ. വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തിന്റെയും സ്വഹാബത്ത് നൽകിയ വിശദീകരണം അനുസരിച്ച് ക്രോഡീകരിക്കപ്പെട്ട മദ്ഹബിന്റെ കിതാബുകളുടെ ശരീഅത്തിന്റെ നിയമങ്ങൾക്ക് പ്രകടമായി വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അതിശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി. അതിശക്തമായ ചെറുത്തുനിൽപ്പ്, നല്ല പോരാട്ടം നടത്തിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയും വേദിയിലേക്ക് അവരെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി കഠിനയത്നം നടത്തിയിട്ടുണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ. ഇത് തീവ്രവാദ പ്രസ്ഥാനമാണ്. അവർക്ക് അവിടെ അംഗീകാരം കൊടുക്കരുത്. മുസ്ലിം ഐക്യവേദിയിൽ ഇവരെ പങ്കെടുപ്പിക്കരുത്. അതിശക്തമായ സമീപനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്ത തീരുമാനത്തിന്റെ നിലപാടിന്റെ ഫലമായിട്ടാണ് ഇപ്പറയുന്ന SDPI ഇന്ന്
ഒരു സൈഡായി മാറി നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ പ്രവർത്തന ശൈലി അനുസരിച്ച് കേരളത്തിലെ മുസ്ലിം ഭൂരിപക്ഷത്തെ അവർക്ക് അവരുടെ കൂടെ നിർത്താൻ സാധിക്കുമായിരുന്നു. സമസ്ത ചെയ്ത സേവനങ്ങൾ ചെറുതല്ല, നിസ്സാരമല്ല. അവിടെ യഥാർത്ഥ മാർഗത്തിൽ ദീനിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും അനുവദിക്കാതെ അതിന്റെ യഥാർത്ഥ സരണിയിൽ ഈ കേരളീയ ഇസ്ലാമിക സമൂഹത്തെ ഉറപ്പിച്ചു നിർത്തുന്ന കാര്യത്തിൽ എവിടെയാണോ തെറ്റ് കാണുന്നത് അവിടെ തിരുത്തിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതിൽ അമാന്തവും സമസ്ത കാണിച്ചിട്ടില്ല. 9 പതിറ്റാണ്ട് കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സൂക്ഷ്മമായി പ്രവർത്തിച്ചുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയതിന്റെ ഫലമായിട്ടാണ് ഇന്നും നമ്മളിങ്ങനെ ഒത്തുകൂടിയത്. കരുവാങ്കല്ല് മഹല്ല് എന്ന് മാത്രമല്ല, കേരളത്തിലെ സകലമാന മഹല്ലുകളെയും സ്ഥിതി പരിശോധിച്ചാൽ നമുക്കതാണ് കണ്ടെത്താൻ സാധിക്കുന്നത്. മുസ്ലിം സമൂഹത്തെ വഴിതെറ്റിക്കാൻ സാധിച്ചിട്ടില്ല. എന്തേ കാന്തപുരം വിഭാഗത്തെ നമ്മൾ ശക്തമായി എതിർത്തത്? കാന്തപുരം സുന്നിയെ ചോദ്യം ചെയ്തുകൊണ്ടാണോ? കാന്തപുരം വിഭാഗം ഒരിക്കലും സുന്നിയുടെ ആചാരങ്ങളെ പ്രത്യക്ഷത്തിൽ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. അയാൾക്ക് തവസ്സുൽ സുന്നത്താണ്, അയാൾക്ക് ഇസ്തിഗാസ സുന്നത്താണ്, അദ്ദേഹം തറാവീഹ് 20 റക്അത്താണ്, അദ്ദേഹം 4 മദ്ഹബുകൾ ശരിവെക്കുന്നുണ്ട്, അദ്ദേഹത്തിന് നിസ്കാരത്തിൽ നെഞ്ചിന്റെ താഴത്തെയാണ് കൈകെട്ടേണ്ടത്, അദ്ദേഹത്തിന് മൗലിദുണ്ട്, റാത്തീബുണ്ട്, ഹദ്ദാദുണ്ട്, കുതുബിയത്തുണ്ട്, അദ്ദേഹത്തിന് സ്വലാത്തുണ്ട്. പിന്നെ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ സ്വലാത്തിൽ നിന്ന് കൂലിയിട്ടാനാണ്, ഇവർ സ്വലാത്ത് സംഘടിപ്പിക്കുന്ന പൈസ ഉണ്ടാക്കാൻ. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ട്. ഇത് മാത്രം, വേറൊരു അന്തരവും പറയുന്നില്ലല്ലോ. പിന്നെ കാന്തപുരം വിഭാഗത്തിനെതിരെ ശക്തമായ സമീപനം സ്വീകരിച്ചത് എന്താ? കാന്തപുരം വിഭാഗം അടിസ്ഥാനപരമായി കേരളീയ മുസ്ലിം സമൂഹത്തെ ശിഥിലമാക്കാൻ ശ്രമിച്ചു എന്നതാണ് പ്രശ്നം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം കേരളീയ മുസ്ലിം സമൂഹത്തെ ഭിന്നിപ്പിക്കാനും ശിഥിലമാക്കാനും ഒരു ഘട്ടത്തിലും അനുവദിച്ചിട്ടില്ല. തെറ്റുകൾ കണ്ടാൽ തിരുത്തും. അത് സമസ്തയുടെ ബാധ്യതയാണ്. അവർ പണ്ഡിതന്മാരാണ്, പണ്ഡിതന്മാർ ആ കാര്യം കൈകാര്യം ചെയ്യേണ്ടവരാണ്. അതേസമയം മുസ്ലിം സമൂഹത്തിൽ വിള്ളലുണ്ടാക്കുന്ന ഒരു പ്രവർത്തനത്തിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 9 പതിറ്റാണ്ട് കാലത്ത് ചരിത്രം പരിശോധിച്ചാൽ ഒരു ശ്രമവും നടത്തിയതായി ഒരിക്കൽ പോലും നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല. ഈ വിള്ളലുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ട് സമസ്തന്റെ ഉള്ളിലുള്ള കാന്തപുരത്തിന്റെ പോരാട്ടം നടത്തേണ്ടത് കാന്തപുരത്തെ മാറ്റി നിർത്തേണ്ടി വന്നത് അല്ലേ? അതെന്തായിരുന്നു അവിടെ പാർട്ടി ഉണ്ടാക്കാൻ പറഞ്ഞ കാരണം? മുജാഹിദിന്റെ വാദം നമ്മൾ പറഞ്ഞു, അവർ പിന്മാറിയത് പറഞ്ഞു. ജമാഅത്തിന്റെ വാദം നമ്മൾ പറഞ്ഞു, അവർ പിൻവാങ്ങിയത് നമ്മൾ പറഞ്ഞു. കാന്തപുരം തന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ എന്താ കാരണം പറഞ്ഞത്? കാന്തപുരം തന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞത് ഒന്ന്, സമസ്തക്കാർ രാഷ്ട്രീയക്കാരാണ്. സമസ്തക്കാർ രാഷ്ട്രീയക്കാരാണ്. സമസ്തക്കാർ രാഷ്ട്രീയക്കാരൻ. എന്താ സംശയം? സമസ്ത കേരള ജംഇയ്യത്തുൽ രാഷ്ട്രീയ നയം എന്താണെന്ന് ചോദിച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അന്ധമായ വിധേയത്വമില്ല, വിരോധമല്ല. വ്യക്തികൾക്ക് മതത്തിനെതിരാകാത്ത ഏത് രാഷ്ട്രീയവും സ്വീകരിക്കാം, നമ്മൾ സ്വീകരിക്കാം എന്ന ഈ സമീപനത്തെ തുടർന്ന് ഇന്ത്യൻ സാഹചര്യത്തിൽ രാഷ്ട്രീയം പരമപ്രധാനമാണ്. ഇവിടെ സായുധ പോരാട്ടമല്ല നടത്തേണ്ടത്. രാഷ്ട്രീയ രംഗത്ത് നമുക്ക് പിടിപാടുണ്ടെങ്കിലേ, നമുക്ക് സ്വാധീനമുണ്ടെങ്കിലേ ഈ രാജ്യത്ത് മുസ്ലിം സമൂഹത്തിന്റെ സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. 1984 ശരീഅത്ത് വിരുദ്ധ പോരാട്ട കാലഘട്ടത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി സമരരംഗത്ത് വന്നപ്പോൾ ആ സമരത്തിന് ശക്തി പകർന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭരായ MP-മാർ ബനാത്ത് വാലയും സേഠ് സാഹിബും മാത്രമല്ല, ബനാത്ത് വാലയാണ് പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചത്. മുസ്ലിം ലീഗ് മാത്രമല്ല, മറ്റ് പാർട്ടികൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേന്ദ്രമന്ത്രി ZR അൻസാരി ശരീഅത്തിന് അനുസൃതമായി രംഗത്ത് വന്നു. ജനതാദളിന്റെ പ്രഗത്ഭനായ MP സയ്യിദ് ശിഹാബുദ്ദീൻ MP ശരീഅത്തിന് അനുകൂലമായി രംഗത്ത് വന്നു. ഈ രാജ്യത്ത് ഇസ്ലാമിക ബോധമുള്ള മുഴുവൻ മുസ്ലിം നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി അണിനിരന്ന് മുസ്ലിം സംഘടനകൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുവായ പ്രശ്നമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പോരാട്ടം ഇന്ത്യയിൽ നടത്തിയപ്പോഴാണ് അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഗത്ഭനായ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി കോൺഗ്രസ് MP-മാർക്ക് വിപ്പ് കൊടുത്ത് ശരീഅത്ത് ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് നിർദ്ദേശിച്ച് ശരീഅത്ത് ബില്ല് പാസാക്കി ശരീഅത്ത് സംരക്ഷിച്ചത്. ഒരു ചെറിയ വിഷയമായിരുന്നു ത്വലാഖിന്റെ പ്രശ്നം, പക്ഷെ ശരീഅത്തിൽ ഇത് പ്രധാനം. അപ്പൊ ഞാൻ പറഞ്ഞ ഈ രാജ്യത്ത് രാഷ്ട്രീയമാണ് പ്രധാനം. രാഷ്ട്രീയത്തെ പുച്ഛമായി കാണുന്നതല്ല നമ്മുടെ പ്രവർത്തകന്മാർ. നമ്മൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കേണ്ടവരാണ്. ഇക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷെ അന്ന് കാന്തപുരം പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. കാന്തപുരം പറഞ്ഞത് സമസ്തക്കാർ രാഷ്ട്രീയക്കാരാ. അത് പച്ചയായി പ്രസംഗിച്ചത് എന്റെ 2 ചെവികളോട് ഞാൻ കേട്ടിട്ടുണ്ട്. വല്ലാഹി സുമ്മ വല്ലാഹി, എന്റെ ഈ കൈ കൊണ്ട് ഇന്ന് വരെ ഞാൻ ഒരു വോട്ട് പോലും ചെയ്തിട്ടില്ല. രാഷ്ട്രീയം അത്ര മോശം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയക്കാരാണ് സമസ്തക്കാരെന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയമില്ലാത്ത ശുദ്ധമായ ഒരു സുന്നീത എന്ന ഓഫറുമായി രംഗത്ത് വന്നാണ് കാന്തപുരം.
ഇപ്പൊ ആ കാന്തപുരത്തിന്റെ അവസ്ഥ എന്താ? കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാളിയുടെ കോമാളിത്തം കണ്ട് കേരളത്തിൽ ചാനലുകളും ഇയാളെ ചർച്ച സംഘടിപ്പിച്ച് ഈ ചിരിച്ചിരിക്കുകയാണ്. ഇയാളുടെ നിലപാട് രാഷ്ട്രീയത്തിൽ കാണിക്കുന്ന കപട നാടകങ്ങൾ കണ്ട് ലോകം മുഴുവൻ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുക. എന്താ ഞാൻ സൂചിപ്പിച്ചത്? ഈ കാന്തപുരത്തെ എതിർക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ശക്തമായി എതിർക്കാനുള്ള അടിസ്ഥാനപരമായ കാരണത ഈ മുസ്ലിം സമൂഹത്തിൽ ശൈഥില്യമുണ്ടാക്കി സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു ആശയഗതി മുന്നോട്ട് വെച്ചു. ആള് മുസ്ലിം ലീഗിന് 100,000 കുറ്റം പറഞ്ഞു, കോൺഗ്രസിന് 100,000 കുറ്റം പറഞ്ഞു. ആളാ പറഞ്ഞ മുസ്ലിം ലീഗിന് എന്താ കുഴപ്പം? നമ്മൾ മുസ്ലിം ലീഗിനെ അംഗീകരിക്കാതിരിക്കാൻ കാരണം മുസ്ലിം ലീഗ് ബാങ്കിലേക്ക് മത്സരിക്കുന്ന പാർട്ടിയാണ്, ബാങ്ക് പലിശയാണ്, അപ്പൊ ഹറാമാണ് അല്ലേ? അതേ കാന്തപുരം എഴുതി പറഞ്ഞു, പ്രചരിപ്പിച്ചു. മുസ്ലിം ലീഗ് സ്ത്രീകളെ മത്സരിപ്പിക്കുന്നവരാണ്, സ്ത്രീകളെ പുറത്തിറക്കൽ ഹറാമാണ്. ഞാൻ കാന്തപുരത്തിലെ കാര്യങ്ങൾ വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇന്ന് കാന്തപുരം രാഷ്ട്രീയ പാർട്ടി ആണെന്നും അല്ലെന്നും പറയുന്ന ഒരു കേരള മുസ്ലിം ജമാഅത്ത് രൂപീകരിച്ചിട്ടുണ്ട്. ആ പാർട്ടിയിൽ ആരൊക്കെ ചേർക്കും ചോദിച്ചോ, മുജാഹിദിനും മറ്റു പാർട്ടിക്കാരും ചേർക്കുമെന്ന് ചോദിച്ചപ്പോ തീരുമാനമായിട്ടില്ല, ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ. എങ്ങനെ ഇയാൾ മുജാഹിദിന് ചേർക്കുന്നത് എന്ന് മാത്രമല്ല, ഇതിൽ സ്ത്രീകൾക്ക് അംഗത്വം കൊടുക്കുമല്ലേ? ഞങ്ങൾ ആലോചിച്ചിട്ടില്ല, തീരുമാനിക്കട്ടെ. എങ്ങനെ അംഗത്വം കൊടുക്കുക? സ്ത്രീകൾ മത്സരിക്കുന്നതിനെ കുറിച്ച് ഇയാൾ ചോദിച്ചപ്പോ 50% കുറച്ച് ഓവറാന്ന് പറഞ്ഞു. അപ്പൊ 40% പറ്റുമോ? 30% പറ്റുമോ? കാന്തപുരം മറുപടി പറയേണ്ടത് അന്ന് മുസ്ലിം ലീഗിനെ എതിർക്കാൻ കാന്തപുരം ഉന്നയിച്ച കാരണം ഈ മുസ്ലിം ലീഗിനെ സമസ്ത എതിർക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന കാന്തപുരം പറഞ്ഞ ന്യായം സ്ത്രീകൾ ഇലക്ഷൻ മത്സരിക്കുന്നുണ്ടെന്നാ. സമസ്തയുടെ പണ്ഡിതന്മാർ സ്വീകരിച്ച നിലപാട് പ്രശ്നമാണ് സ്ത്രീകൾ പുറത്തിറങ്ങുന്നത്. മത്സരിക്കുന്ന പ്രശ്നവും സംശയമല്ല, സ്ത്രീകളെന്ന് പുറത്തിറക്കേണ്ടവരല്ല. പക്ഷേ ഇന്ത്യയിലെ ഈ സാഹചര്യത്തിൽ ഈ 50% റിസർവേഷൻ സ്ത്രീകൾക്ക് വന്നു കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് 1/3 റിസർവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുസ്ലിം സ്ത്രീകൾ പാടെ മാറിയെന്നാൽ അതിന്റെ അനന്തരഫലം അപകടകരമായിരിക്കും. അതുകൊണ്ട് ചില അഡ്ജസ്റ്റ്മെന്റ്, നീക്കുപോക്കുകൾ അവിടെ അനുവദിക്കപ്പെടൽ ആവശ്യമാണെന്ന നിലപാടാണ് സമസ്ത സ്വീകരിച്ചത്. പ്രായോഗികമായ സമീപനം. അന്നതിനെ പുച്ഛമായി അവതരിപ്പിച്ചുകൊണ്ട് സമസ്തക്കാർ ആ രാഷ്ട്രീയത്തെ എതിർക്കുന്നില്ല പറഞ്ഞുകൊണ്ട് സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച കാന്തപുരം. നിങ്ങൾ ഓർത്തു നോക്കി, ഇന്ന് കാന്തപുരം ഏതാ അംഗീകരിക്കാത്തത്? ആ ബാങ്കിലേക്ക് മത്സരിക്കുന്നു, അതുകൊണ്ട് ഹറാമാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ കാന്തപുരം അതേ ബാങ്കിലേക്ക് മുസ്ലിം ലീഗ് ഇന്നും മത്സരിക്കുന്നുണ്ട്. അതൊക്കെ ഈ രാജ്യത്തെ സാഹചര്യ. ഇപ്പൊ കാന്തപുരം പറയുന്നത് എന്താ? കഴിഞ്ഞ ഇലക്ഷനിൽ ഇതുക്കുറി പറഞ്ഞ് മൂപ്പർക്ക് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥ ചാനലുകളിലും നമ്മുടെ വാട്സപ്പുകാരും നമ്മുടെ മാധ്യമങ്ങളും ചാനലുകളും ഒക്കെ പാടുണ്ടാക്കി തീർത്തു. അല്ലെങ്കിൽ മൂപ്പരിക്കുറിയും ജയിപ്പിച്ചത് മൂപ്പരെന്ന് പറയും. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ പറഞ്ഞില്ലേ, ഈ നിയമസഭാ ഇലക്ഷൻ കേരളത്തിൽ മുസ്ലിം ലീഗിന് 20 സീറ്റ് കിട്ടി. 18 സീറ്റും ഞങ്ങളെ പ്രവർത്തനം കൊണ്ടാണ് കിട്ടിയത്. പാണക്കാട് തങ്ങളെ പ്രവർത്തനം കൊണ്ട് 2 സീറ്റ്, ഇയാളെ പ്രവർത്തനം കൊണ്ട് മുസ്ലിം ലീഗിന് 18 സീറ്റ്. നമ്മൾ വാദത്തിന് വേണ്ടി KPM മജീദിന്റെ പ്രസ്താവന കടമെടുത്താൽ ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ തമാശ. പക്ഷെ ഈ തമാശ ഇയാൾ പറയുമ്പോഴും ഇയാൾ ചിന്തിക്കട്ടെ, ഞാൻ ആ മുസ്ലിം ലീഗിനെ കുറ്റം പറഞ്ഞ അതേ മുസ്ലിം ലീഗ് തന്നെയല്ലേ ഇപ്പോ? ആ മുസ്ലിം ലീഗ് ഇപ്പോഴും ബാങ്കിലേക്ക് മത്സരിക്കുന്നുണ്ടല്ലോ. ആ മുസ്ലിം ലീഗ് ഇപ്പോഴും സ്ത്രീകൾ മത്സരിക്കുന്നുണ്ടല്ലോ. മറ്റൊന്ന് മുസ്ലിം ലീഗിൽ മുജാഹിദ് ഉണ്ട്. അന്ന് മുസ്ലിം ലീഗിൽ മുജാഹിദ് ഉണ്ടായിരുന്ന ഔഖാദർ കുട്ടി നഹ സാഹിബായിരുന്നു. ഇന്ന് ഔഖാദർ കുട്ടി നഹ മരിച്ചു. മൂപ്പര മകൻ PK അബ്ദുൾ റബ്ബ് മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ്, അതേ മുജാഹിദ്. പിന്നെ എങ്ങനെയാണ് ഈ മുസ്ലിം ലീഗിനെ പിന്തുണച്ചു എന്ന് പറയുന്നത്? ഞാൻ സൂചിപ്പിച്ചത് അവർ പറഞ്ഞ വാദഗതികൾ എല്ലാം ദുർബലമായിരുന്നു എന്ന് കൃത്യമായി ഇന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ചാനലുകൾ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഇയാളുമായി ചർച്ച നടത്തി നിങ്ങളെ പിന്തുണ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് 100,000 ചർച്ച നടത്തിയിട്ട് ലാസ്റ്റ് ചാനലറിന് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഒഴിഞ്ഞു പറഞ്ഞ് ഞങ്ങൾക്കറിയാം, ഇലക്ഷൻ കഴിഞ്ഞിട്ട് ജയിച്ച പാർട്ടിക്ക് ഞങ്ങളെ പിന്തുണ ഉണ്ടായിരുന്നു അറിയിക്കാനല്ലേ ചോദിച്ചു. അവർ ഇങ്ങനെ ചിരിച്ചിട്ട് ഒഴിഞ്ഞു മാറുക. അതുകൊണ്ടാണ് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൂടി ആരും പിന്തുണ കൊടുത്തു ഒരു അവകാശവാദം ഉന്നയിക്കാത്തത്. ഈ തരത്തിൽ കാന്തപുരം വിഭാഗത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ എതിർത്തതിന്റെ കാരണം മുസ്ലിം സമുദായത്തിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന അടിസ്ഥാനപരമായ കാരണം. ആ വിഭാഗം പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളും രൂപം കൊടുത്ത ആധികാരിക മത പണ്ഡിത സംഘടനയായതുകൊണ്ട് അതിന് ബറക്കത്തുണ്ട്, അതിന്റെ ഒരു ഫലമുണ്ട്. സമസ്ത എതിർത്താൽ അവർ പുറത്തന്നെ. മുജാഹിദ് പ്രസ്ഥാന്റെ അവസ്ഥ നമ്മൾ കണ്ടില്ലേ, ജമാഅത്തിന്റെ അവസ്ഥ നമ്മൾ കണ്ടില്ലേ, ചില ത്വരീഖത്തുകളുടെ അവസ്ഥ. ഞാനത് വിശദീകരിക്കാൻ സമയം കളയുന്നില്ല. എന്റെ സുഹൃത്ത് അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സാഹിബ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കാന്തപുരം വിഭാഗത്തിന്റെ അവസ്ഥ ഉറച്ച ശൂന്യാണ്, തീവ്ര ശൂന്യാണ് എന്ന് പറഞ്ഞ സംഘടന രൂപീകരിച്ച് രംഗത്ത് വന്ന കാന്തപുരത്തിന്റെ അവസ്ഥ എന്താ നിങ്ങൾ ഓർത്തു നോക്കി. ആ വ്യാജമുടിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളിൽ കെട്ടിപ്പണഞ്ഞ് കടന്ന് ഗുരുതരമായ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ
ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നവർ ഞങ്ങളാണ്, തങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങളാണെന്ന് അവകാശം ഉന്നയിച്ചത് കാന്തപുരം വിഭാഗം ഇന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലോക മുസ്ലിം സമൂഹം നൂറ്റാണ്ടുകളായി ഏകകണ്ഠമായി അംഗീകരിച്ചു കൊടുക്കുന്ന പ്രത്യേകത, ഹുസൂസിയത്ത്, ഖസായിസ് തങ്ങൾക്ക് നിഴലുണ്ടാകില്ല എന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല ആധികാരികമായി പറയുമ്പോൾ ഇവരുടെ കൈവശമുള്ള വ്യാജമൊടിക്ക് നിഴലുണ്ട് എന്ന കാരണത്താൽ ആ പ്രസ്താവന മുസ്ലിം ലോകത്തിന്റെ തീരുമാനം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളെ പോലും ഇകഴ്ത്തി കാണുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് എത്തിച്ചേർന്ന് ഘട്ടം ഘട്ടമായി ദീന്റെ നേരരേഖയിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക. അപകടകരമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പുറത്തു പോയ സമസ്ത എതിർത്ത ഓരോ വിഭാഗങ്ങളുടെയും അവസ്ഥാവിശേഷം ഇങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതല്ലേ യാഥാർത്ഥ്യം? അപ്പൊ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്വീകരിച്ച സമീപനം, ആ സമീപനവുമായി ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ, ദീനിന്റെ നിയമങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതിന്റെ ഫലമായിട്ടാണ് ഇന്നും കേരളീയ മുസ്ലിം സമൂഹം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. സമസ്ത ആദർശ രംഗത്തെ ഈ തീവ്രത മാത്രമല്ല തുടരുന്നത്. അപ്പുറത്ത് മുസ്ലിം സമുദായത്തിന് നവോത്ഥാനത്തിന് ആവശ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഞാനതിന്റെ കണക്കുകൾ പറയുന്നില്ല, നമ്മുടെ ഹുദവി, വാഫി, ജാമിയ, നന്ദി, റഹ്മാനി കോളേജുകളിലെ ഈ ആധുനിക ബിരുദധാരികൾ ഈ ഇരിക്കുന്ന സാഹസമുണ്ടാവും നൂറുകണക്കിന് ആളുകൾ. എന്താണ് അവരുടെ കഴിവ്? ആരെയും വെല്ലാൻ കഴിയുന്ന, ലോകത്തെ ഏത് രാജ്യത്തും ദീനീ പ്രബോധനം നടത്താൻ കഴിയുന്ന ഈ ചെറുപ്പക്കാരായ യുവ പണ്ഡിതന്മാരെ, അവർക്ക് ഇംഗ്ലീഷ് അറിയാം, ഉറുദു അറിയാം, അതിലൊക്കെ ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, ഡോക്ടറേറ്റ് ഉണ്ട്, അതിന്റെ ഒക്കെ പുറത്ത് മതത്തിൽ അഗാധ പാണ്ഡിത്യമുണ്ട്. ഇത്തരമുള്ള പുതിയൊരു തലമുറയെ, കാലത്തിന്റെ വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ട് ഇസ്ലാമിനെ സജീവമാക്കാൻ കഴിയുന്ന ഒരു പണ്ഡിത തലമുറയെ വാർത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ് സമസ്ത. മുജാഹിദിന് എന്താണുള്ളത്? നിങ്ങൾ പറയാം, മുജാഹിദിന് എന്താണുള്ളത്? മുജാഹിദ് പ്രസ്ഥാനത്തിന് മതരംഗത്ത് പഠിച്ച ഈ അഫ്ളലുലമയല്ലാതെ വേറെ എന്ത് കോഴ്സാണ് മുജാഹിദിനുള്ളത്? ഇല്ലല്ലോ. കുറ്റിയാറ്റുകൊണ്ടിരിക്കുക അവരെ പണ്ഡിതന്മാർ. അവരെന്നെ ഖേദപൂർവ്വം ഇത് അനുസ്മരിക്കാറുണ്ട്. പണ്ട് കാലത്ത് സുന്നീന്ന് ഇങ്ങോട്ട് വന്ന പണ്ഡിതന്മാരായിരുന്നു നമ്മുടെ പിൻബലം. അതൊക്കെ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞു. ഇപ്പൊ അഫ്ളലുമ കഴിഞ്ഞ പണ്ഡിതന്മാരാണ് നമുക്കുള്ളത്. മര്യാദക്ക് ഒരു അറബി വാചകം തെറ്റുകൂടാതെ വായിക്കാൻ കഴിയാത്ത ആൾ. ഞാൻ കുറ്റപ്പെടുത്തല്ല, എനിക്ക് ശരിക്കറിയാം അഫ്ളലുമ പഠിച്ചാൽ എത്ര പേരുണ്ടോ, ഞാൻ പഠിപ്പിക്കുന്ന ആളാ. ഈ വിവരം കുറഞ്ഞ ഈ തലമുറയില്ലാതെ ആരെ അവിടെ പഠിപ്പിക്കാൻ സാധിച്ചത്? ജമാഅത്തെ ഇസ്ലാമിക്ക് എന്ത് മതസ്ഥാപന ഉള്ളത്? എവിടെ അവിടെ പണ്ഡിതന്മാർ? ഇത് നോക്കൂ നിങ്ങൾ, ഈ കാണുന്ന വലിയൊരു തലമുറയെ മതരംഗത്ത്, ഭൗതിക രംഗത്ത് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് പോലുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. വളരെ സജീവമായി നിറഞ്ഞ സാന്നിധ്യമായി കേരളീയ മുസ്ലിം സമൂഹത്തെ ലോകത്താരൊക്കെ വഴിതെറ്റിപ്പോയാലും, ലോകത്തെവിടേക്ക് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടായാലും, ലോകത്തെന്തൊക്കെ രക്തച്ചാലുകൾ സൃഷ്ടിക്കപ്പെട്ടാലും സമാധാനപൂർണമായ അന്തരീക്ഷത്തിൽ കേരളീയ മുസ്ലിം സമൂഹത്തെ ശരീഅത്തിൽ ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ച ചെയ്യാതെ ആ മാർഗത്തിൽ ഉറപ്പിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങളിൽ വളരെ ഗൗരവത്തോടുകൂടി അവരെ നയിച്ചു കൊണ്ടുപോകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ സാന്നിധ്യം അതൊരു വല്ലാത്ത അനുഗ്രഹം. എന്റെ പ്രിയപ്പെട്ടവരെ, കാന്തപുരം ഗ്രൂപ്പ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ പലയിടത്തുമുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഇവിടെയും പ്രശ്നമുണ്ട്. ഈ പള്ളിയെക്കുറിച്ച് സ്വാഗത ഭാഷണം നിങ്ങൾ കേട്ടു. അന്യായമായി പിടിച്ചു വച്ചത് ആ സമസ്ത കേരള ജംഇയ്യത്തുൽ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട രേഖയുള്ള പള്ളി മറ്റൊരു വിഭാഗത്തിന് പിടിച്ചെടുക്കാൻ ഭൗതിക സംവിധാനം പോകട്ടെ, ശരീഅത്തുൽ ഇസ്ലാം എങ്ങനെ അംഗീകരിക്കും? എന്റെ സുഹൃത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത, സുഹൃത്തിന് വേണ്ടി നീക്കിവെക്കപ്പെട്ട ഒരു ഭൂമി ഞാൻ പിടിച്ചെടുക്കൽ ഹറാമല്ലേ? പച്ചയായ ഹറാം. ഇത് സമസ്തക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട് രജിസ്റ്റർ ചെയ്ത ഈ പള്ളി, വഖഫ് ചെയ്ത പള്ളി കാന്തപുരം വിഭാഗം സുന്നി ജംഇയ്യത്തുൽ ഉലമ പിടിച്ചെടുത്താൽ നാളെ ആഖിറത്തിൽ ഈ പള്ളി തലയിൽ ഏറ്റിക്കൊണ്ട് നിങ്ങൾ കടന്നു വരേണ്ടി വരും. ഇമാതിരി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഭാഗങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും സ്ഥിരമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സമസ്ത ഭദ്രമായ സംവിധാന, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മഹത്തായ സംഘടനയാണ്. ആ സംഘടനക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ജമാഅത്തിനെ നിർവീര്യരാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, NDF തീവ്രവാദ സംഘടനകളെ ദുർബലമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, വ്യാജ ത്വരീഖത്തുകളെ പിഴുതെറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, കാന്തപുരം വിഭാഗത്തിന്റെ പതനം നമ്മൾ ഘട്ടം ഘട്ടമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ അവരും ക്ഷയിച്ചു പോവും, ദുർബലമാവും, കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക്, ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളപ്പെടും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥായിയായി നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകും. നമ്മൾ ഈ രംഗത്ത് ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞ ഒറ്റ ഹദീസ്, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിറുൻ ഹഖ്. എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം ജനത അവർ സത്യത്തിന്റെ മാർഗത്തിൽ ഒരു അണുവിട വിട്ടുവീഴ്ച ചെയ്യാതെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും ഇലാ യൗമുൽ ഖിയാമ, അന്ത്യദിനം വരെ. ഒരാൾക്കും അവരെ നിന്ദിക്കാൻ കഴിയില്ല. ഹദീസിന്റെ വചന
ഒരാൾക്കും അവർ അപകടപ്പെടുത്താൻ സാധിക്കില്ല. റസൂലുള്ളാഹിന്റെ വചന. ഒരാൾക്കും അവർ ഒറ്റപ്പെടുത്താൻ സാധിക്കില്ല. ആ ഒരു വിഭാഗം സത്യവുമായി മുന്നോട്ട് വിജയ പേര് മുഴക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ആ മാർഗത്തിന് അജയ്യമായ നേതൃത്വങ്ങൾക്ക് നൽകുന്ന സമസ്ത കേരള ജംഇയ്യത്ത് നമുക്ക് ശക്തി പകർന്നുകൊണ്ട് നമുക്ക് സമസ്ത എതിർക്കുന്ന എല്ലാ ശിഥില ശക്തികൾക്കുമെതിരെ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ഈ മാർഗത്തിൽ ധീരമായി മുന്നോട്ട് പോകാം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് സവിനയം ഉണർത്തിക്കൊണ്ട് അവസാനിപ്പിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.